പ്രതിസന്ധിയൊന്നും കേരളത്തിൽ പുലിമുരുകന്റെ പ്രദർശനത്തിന് കാര്യമായ കോട്ടമൊന്നും തട്ടിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴും പുലിമുരുകൻ പ്രദർശനം തുടരുന്നു. 150 കോടി എന്ന ലക്ഷ്യം പുലിമുരുകന് അധികം ദൂരെയല്ല എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പുലിമുരുകന് ഗംഭീര സ്വീകരണമാണ് ലഭിക്കുന്നത്. നവംബർ ആദ്യവാരത്തിലാണ് ഇന്ത്യക്ക് പുറത്ത് പുലിമുരുകൻ റിലീസ് ചെയ്തത്. വിദേശ രാജ്യങ്ങളിൽ പൊതുവെ ഹിന്ദി, തമിഴ് ചിത്രങ്ങൾക്കാണ് മാർക്കറ്റ് അധികം. എന്നാൽ ആ പഴമൊഴി പുലിമുരുകൻ തിരുത്തി കുറിച്ചു. തമിഴ്, ഹിന്ദി ചിത്രങ്ങളെ മറികടന്നാണ് പുലിമുരുകൻ പ്രദർശനം നടത്തുന്നത്. UK ബോക്സ് ഓഫീസിൽ അജിത്, സൂര്യ ചിത്രങ്ങളൊക്കെ പുലിമുരുകന് അടിയറവ് പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. നവംബർ 4-നാണ് UK-യിൽ പുലിമുരുകൻ റിലീസ് ചെയ്തത്. US ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമാണ് പുലിമുരുകൻ. നിവിൻ പോളിയുടെ പ്രേമം സൃഷ്ടിച്ച റെക്കോർഡുകൾ മറികടന്ന പുലിമുരുകൻ അധികം വൈകാതെ 2 കോടി US-ൽ നിന്നും നേടും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. UK-യിലും US-ലും മാത്രമല്ല, ന്യൂസിലൻഡിലും ഗൾഫ് രാജ്യങ്ങളിലുമെല്ലാം പുലിമുരുകന് ഗംഭീര സ്വീകരണമാണ് ലഭിക്കുന്നത്. പുലിമുരുകന്റെ വിദേശ കളക്ഷൻ മാത്രം 50 കോടി കടക്കുമെന്നാണ് വാർത്തകൾ വരുന്നത്. അത് സംഭവിക്കുകയാണെങ്കിൽ പുലിമുരുകൻ വീണ്ടും ഒരു ചരിത്രമാകും. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.